ഈ ടൊമാറ്റോ കെച്ചപ്പിന് എന്തുകൊണ്ടാണ് ഒരു കട്ടി കൂടുതൽ? പക്ഷേ നോർമലി പല കമ്പനികളും ടൊമാറ്റോ ജസ്റ്റ് പേരിന് മാത്രം 1% താഴെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വീഡിയോയിൽ പറയുന്നത് 1% താഴെ അല്ലെങ്കിൽ പേരിന് വേണ്ടി മാത്രമാണ് ടൊമാറ്റോ കെച്ചപ്പിനകത്ത് ടൊമാറ്റോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. എന്നാൽ ആ വീഡിയോയിൽ കാണിക്കുന്ന ഫോട്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഏകദേശം 28% ടൊമാറ്റോയുടെ പേസ്റ്റ് ആണ്. അതെന്തിനുമായിട്ട് നമുക്ക് വീഡിയോയുടെ ബാക്കി കണ്ടിട്ട് ബാക്കി പ്രതികരിക്കാം. അപ്പൊ ഇവര് ഈ കട്ടി കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പ്രിസർവേറ്റീവ് ഉണ്ട് E415 എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം E415 അഥവാ സാന്തൻഗം. സാന്തൻഗം ഒരിക്കലും ഒരു പ്രിസർവേറ്റീവ് അല്ല, മറിച്ച് അതൊരു അഡിക്റ്റീവ് ആണ്, ഒരു തിക്കനർ ആണ്. സൂപ്പ്, സോസ്, ഐസ്ക്രീം ആൻഡ് കെച്ചപ്പ് ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങളിലാണ് പൊതുവെ ഈ പറയുന്ന തിക്നറുകൾ ഉപയോഗിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിലൂടെ ആഹാര സാധനങ്ങളുടെ കട്ടി കൂടുകയും തുടർന്ന് അതിനൊരു കുറുകിയ കൺസിസ്റ്റൻസി ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രിസർവേറ്റീവ് ഒരു ആഹാര സാധനത്തിൽ ഉപയോഗിക്കുന്നത് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും കൂടുതൽ നാളുകൾ അത് കേടുകൂടാതെ ഇരിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവും അഡിക്റ്റീവും അഥവാ തിക്നറും രണ്ടും രണ്ടാണ്. അപ്പം അതിപ്പോ നോർമൽ നമ്മളൊരു വെള്ളത്തിൽ മിക്സ് ആയി കഴിഞ്ഞാല് ഒന്ന് ഇളക്കി കഴിഞ്ഞാല് അതും വെള്ളം വരെ അതുപോലെ കട്ടിയാവും. വീഡിയോയിൽ കാണിക്കുന്നത് ഏകദേശം 1 സ്പൂൺ അഥവാ 10 ഗ്രാമിലേറെയാണ് അദ്ദേഹം വെള്ളത്തിൽ കലക്കുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന കെച്ചപ്പുകളിലൊക്കെ 0.5% അല്ലെങ്കിൽ കൂടിപ്പോയ 1% താഴെ മാത്രമാണ് സാന്തൻഗം ഉപയോഗിക്കാറുള്ളത്. 1% കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര രീതി കൺസിസ്റ്റൻസി ലഭിക്കുകയും ഭയങ്കര കട്ടിയായി പോവുകയും ചെയ്യാറുണ്ട്. ഇതുപോലത്തെ തെറ്റായ വീഡിയോകളിലൂടെ ആളുകളിലേക്ക് തെറ്റായ സന്ദേശം എത്തുകയും അതുപോലെ തന്നെ ഭീതി വെറുതെ പടർത്തുകയും മാത്രമാണ് ചെയ്യപ്പെടുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇത് അധികം യൂസ് ചെയ്യാൻ പാടില്ല, കാരണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാല് അവർക്കും പല പ്രശ്നങ്ങളും വരും. എന്തിനാ നമ്മൾ പ്രായമുള്ള നമുക്ക് തന്നെ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ഡൈജഷനായിട്ട് പല പ്രശ്നങ്ങളും വരും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ USFDA എന്നീ സ്ഥാപനങ്ങളെല്ലാം ആഹാര സാധനങ്ങളിൽ സാന്തൻഗം ഉപയോഗിക്കുന്നത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ പഠിച്ച സബ്ജക്ട് എന്ന് പറയുന്നത് ഫുഡ് ടെക്നോളജിയാണ്. ഈ ആഹാരത്തിന്റെ ശാസ്ത്രത്തിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചതൊക്കെ. അന്നോട്ടെ കേൾക്കുന്ന ഒരു പേരാണ് ഈ സാന്തൻഗം. സാന്തൻഗം ആക്ച്വലി ഉണ്ടാക്കുന്നത് ഈ സ്റ്റാർച്ചിനെ അല്ലെങ്കിൽ ഷുഗറിനെ ബാക്ടീരിയൽ ഫെർമെന്റൈസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും നാച്ചുറലും സുരക്ഷിതമായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ്. പിന്നെ ഉള്ളൊരു കൺസേൺ എന്ന് പറയുന്നത്, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ആഹാര സാധനത്തിലെല്ലാം മുളക് പൊടി യൂസ് ചെയ്യാറുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 4-5 സ്പൂൺ മുളക് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് തികച്ചും ആരോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതുപോലെ തന്നെയാണ് സാന്തൻഗം. സാന്തൻഗം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഹാര സാധനത്തിലൂടെ കൂടി വന്ന് നമ്മുടെ ശരീരത്തോട്ട് എത്തുന്നത് 1% താഴെയാണ്. എന്നാൽ 8-10 അല്ലെങ്കിൽ 15 ഗ്രാം സാന്തൻഗം ദിവസേന നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് അടുക്കാണ്. പക്ഷെ ഒരു വിധത്തിലും നമ്മൾ ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് ഇത്രയധികം സാന്തൻഗം ശരീരത്തിൽ എത്തുന്നില്ല. പലപ്പോഴും എത്തുന്നത് ഇതിന്റെ പകുതിയിലും അളവിലാണ്. കൂടിപ്പോയ 1 ഗ്രാമിൽ താഴെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഞാൻ എന്നും പറയുന്നത് പോലെ മോഡറേഷൻ ഈസ് ഓൾവേസ് ദ കീ. എന്തും ഒരു പരിധിക്കുള്ളിൽ കഴിക്കുന്നത് എന്നും സുരക്ഷിതവും ആരോഗ്യപരവും മാത്രമാണ്. സാന്തൻഗം എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു വിധത്തിലുള്ള ഒരു ആവശ്യവുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെയോ അല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ നിങ്ങൾക്ക് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലത്തെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ ഇനിയും കവർ ചെയ്യുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.